ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് റമദാൻ സ്പെഷ്യൽ റെസിപ്പി ആയിട്ടുള്ള ഒരു ഡ്രിങ്ക് തയ്യാറാക്കിയെടുക്കാം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കുന്നത് വാട്ടർമെലൺ ഡിലൈറ്റ് ആണ്. ആദ്യം നമുക്ക് ഈ തണ്ണിമത്തനെ ഒന്ന് ജ്യൂസാക്കി എടുക്കണം. ഞാനിവിടെ ജ്യൂസറാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ജ്യൂസർ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മിക്സിയുടെ ജാർ ഉപയോഗിക്കാം. മിക്സിയുടെ ജാറിൽ ഇത് അരിഞ്ഞിട്ടതിന് ശേഷം കുറച്ച് പഞ്ചസാരയും വെള്ളവും ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് ബ്ലെൻഡ് ചെയ്യുക. ശേഷം നമുക്ക് ഒരു അരിപ്പ ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് അരിച്ചെടുത്ത് ജ്യൂസ് ഉണ്ടാക്കാം. അപ്പോൾ ഞാനിവിടെ ഈ ജ്യൂസറാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ ജ്യൂസർ ഉപയോഗിക്കുന്ന പ്രത്യേകത ഇതിൻ്റെ ആ ഒരു കൊന്തൊന്നും തന്നെ ഇല്ലാതെ ആ വെള്ളം മാത്രമായിട്ട് നമുക്ക് കിട്ടും. ശരിക്കും നമ്മൾ മിക്സിയുടെ ജാറിലിട്ട് ജ്യൂസ് അടിക്കുന്നതും ഇത് വെച്ച് ജ്യൂസ് അടിക്കുന്നതും വ്യത്യസ്തമാണ്. ഇത് കണ്ടോ, നല്ല കളറാണ്, നല്ല റെഡ് കളറാണ് നമുക്കിതിന് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ജ്യൂസ് ഇവിടെ റെഡിയായി. ഇനി വേണ്ടത് സബ്ജ സീഡാണ്. ഇതിനിവിടെ പറയുന്നത് കശകശ എന്നും പറയാറുണ്ട്. സൂപ്പർ മാർക്കറ്റിലൊക്കെ കിട്ടുന്ന ഒന്ന് തന്നെയാണ്. ഇതിൽ നിന്ന് അല്പം എടുത്ത് നമുക്ക് ഒരു 15 മിനിറ്റ് വെള്ളത്തിലിട്ട് കുതിക്കണം. ഞാനങ്ങനെ 15 മിനിറ്റ് കുറച്ചെടുത്ത് വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ച സബ്ജ സീഡാണിത്. അപ്പോൾ എങ്ങനെയാണ് ഇത് റെഡിയാക്കുന്നത് എന്ന് നോക്കാം. നമുക്ക് ഒരു മിക്സിയുടെ ജാർ എടുക്കാം. ഇതിലേക്ക് ഒരു 2 ഗ്ലാസ് നമ്മളിപ്പോൾ അടിച്ചു വെച്ച നമ്മുടെ തണ്ണിമത്തൻ്റെ ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് നമുക്കിനി ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കണം. അതൊക്കെ അവരവരെ ഇഷ്ടം പോലെ ഇടുക. ഇനി നമുക്കിതിലേക്ക് 1 ഗ്ലാസ് പാല്, 2 ഗ്ലാസ് തണ്ണിമത്തൻ്റെ ജ്യൂസിന് 1 ഗ്ലാസ് പാലാണ് ഒഴിക്കേണ്ടത്. ഇനി കുറച്ച് പഞ്ചസാര കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് നമുക്കൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഞാനിവിടെ നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് എടുത്ത് വച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ കുതിർത്തി വെച്ച് നമ്മുടെ കശകശ അല്ലെങ്കിൽ സബ്ജ സീഡ് ഇത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചതിന് ശേഷം സെർവ് ചെയ്യാം. വളരെ ഈസി ആയിട്ട് തന്നെ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു ഡ്രിങ്ക് തന്നെയാണ്. അപ്പോൾ വീട്ടിലെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ റമദാൻ സ്പെഷ്യൽ ഇത് തന്നെ ആയിക്കോട്ടെ. വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ എൻ്റെ വീഡിയോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. എന്നാൽ മാത്രമേ ഈ ചാനലിലെ പുതിയ വീഡിയോസ് നിങ്ങൾക്കും കിട്ടുകയുള്ളൂ. അപ്പോൾ നമുക്ക് അടുത്ത റെസിപ്പിയിൽ വീണ്ടും കാണാം.